ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ലെയർ കുർത്തി അപ്പം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ലെയറുകൾ 3 ലെയറായി 2 ലെയറൊക്കെ ആയിട്ട് കുർത്തിയില്ലേ, അതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ സംശയങ്ങളെല്ലാം ഞാൻ അതുപോലെ ഒരു ചാർട്ട് പേപ്പറിൽ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് അടക്കം ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടോക്കുക, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും മാറി കിട്ടും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3.5 മീറ്റർ തുണിയാണ്. അതിൻ്റെ വിട്ട് വന്നിരിക്കുന്നത് ഒരു 42 ഇഞ്ച് വീതിയുള്ളൂ കേട്ടോ അതിന്. അപ്പോൾ അതാ ഇതുപോലെ ഈ ഒരു തുണിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇതിലെങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തുണിയുടെ വിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ വീതി കണ്ട, വീതി ഭാഗം രണ്ടായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഒരു ഭാഗത്തെ വീതി എന്ന് പറയുന്നത് ഇതുപോലെ വരണത് ഒരു കണ്ട 21 ഇഞ്ചസിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 2 ഭാഗം കൂടി വരുമ്പോൾ അവിടുത്തെ വീതി എന്ന് പറഞ്ഞാൽ 42 ഇഞ്ച്. അങ്ങനെ അത് നമ്മൾ അതിൽ നിന്ന് നമ്മൾ യോക്ക് മുറിച്ചെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് തുണി മാത്രം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് മടക്കി നമ്മൾ എടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ചെസ്റ്റിൽ എത്രയാണോ വരുന്നത്, നമ്മുടെ ചെസ്റ്റിൻ്റെ 4 ഭാഗം അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂട്ടി ആവശ്യത്തിനുള്ള തുണി മാത്രം നമ്മൾ യോക്കിന് മുറിച്ചെടുക്കുക. ഇതുപോലെ മുറിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു പൊസിഷനിലാണ് തുണി വെച്ചിരിക്കുന്നത്. ഫോൾഡഡ് സൈഡ് എൻ്റെ ഭാഗത്തേക്കാണ് കണ്ടോ, ഈ ഒരു ഭാഗത്തേക്കാണ്. അതിനുശേഷം 4ആയിട്ട് മടക്കി വെച്ചു. ഇനി നമുക്ക് നോക്കാം. ഇനി ഞാനിതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഒരു 16 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് യോക്കിൻ്റെ ലെങ്ത്ത് കൂട്ടുന്നുണ്ട്. ഒരു 15 ഇഞ്ച് ലെങ്ത്ത് എനിക്ക് വേണം. 1 ഇഞ്ച് സീം അലവൻസിന് പോവും. അപ്പോൾ 15 ഇഞ്ച് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് ഒരു 7.25 ഇഞ്ച് ഷോൾഡർ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 7.25 ഇഞ്ച് ഷോൾഡറാണ് നമ്മൾ എടുക്കുന്നത്. അതേപോലെ തന്നെ 7.25 ഇഞ്ച് ആം ഹോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഷോൾഡർ എടുക്കണത് ആ അളവ് തന്നെ നമ്മൾ ആം ഹോളിന് എടുത്താൽ മതി. അങ്ങനെയാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് വന്നോളൂ കേട്ടോ. ഇതുപോലെ. അപ്പോൾ നമ്മളൊരു 7.25 ഇഞ്ച് എടുത്തു. നമ്മൾ ഈ ഒരു ഭാഗത്തും 7.25 ഇഞ്ച് കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. എന്നാൽ മാത്രം അവിടുത്തെ ആ ഒരു ഇത് ശരിയാവുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റ് 7.25 ഇഞ്ച് ഉണ്ട്. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വേണം. അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ ഫുൾ ചെസ്റ്റ് വരുന്നത് എനിക്ക് 40 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച് ഇതുപോലെ കൊടുത്തു. അതിനുശേഷം 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ഇതുപോലെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. കണ്ടോ, 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. അതിനുശേഷം നമ്മളൊരു 4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുകയാണ്. ഇനി ആം ഹോൾഡർ റൗണ്ട് വരയ്ക്കാനാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് ആം ഹോൾ സ്ലോപ്പ് കൊടുത്തു. അതിനുശേഷം ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആം ഹോളിൻ്റെ പകുതി എടുത്തു കേട്ടോ. ഇതുപോലെ പകുതി എടുത്ത് നമ്മൾ ആ കോർണറിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് നമ്മളിതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. ഇതുപോലെ 1.25 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ റൗണ്ട് ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അളന്ന് നോക്കണം ആം ഹോളിൻ്റെ റൗണ്ട് എങ്ങനെയാണ് വരാമെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അത് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരേണ്ട വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു തരാം കേട്ടോ, ചെയ്ത് വയ്ക്കാം. അപ്പോൾ എനിക്ക് വരുന്നത് ആം ഹോളിൻ്റെ റൗണ്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് 8.25 ഇഞ്ചാണ് കേട്ടോ. ഇതുപോലെ അതെനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു എല്ലാ ലൈനുകളും കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ഇടാം. ഇനി അതിന് ശേഷം ഇതുപോലെ കണ്ടില്ലേ, നമ്മൾ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് വരയ്ക്കുക. കുഴിച്ച് വരച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യണത് നമുക്ക് നമുക്ക് ആ യോക്കിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം നോക്കണ്ടേ. അപ്പോൾ എൻ്റെ വേസ്റ്റിൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത് 8.25 ഇഞ്ചാണ്. 8.25 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. 4 ഭാഗമാണ് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം 1 ഇഞ്ച് നമ്മൾ ഒരു ഡാർട്ടിന് വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾ ഡാർട്ട് ഇടണമെങ്കിൽ മാത്രം 1 ഇഞ്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇപ്പോൾ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡാർട്ട് ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ഡാർട്ട് കൊടുക്കേണ്ടത്, അതുകൊണ്ടാണ് 1 ഇഞ്ച് കൊടുത്തത്. അതിനുശേഷം നമ്മൾ ചെയ്യണത് ഒരു 2 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒരു സീം അലവൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. ഇതുപോലെ സീം അലവൻസിലേക്ക് കണക്ട് ചെയ്ത് വരയ്ക്കുക. ഇത്രയും മനസ്സിലായല്ലോ. ഇനി അതിന് ശേഷം ഒരു 3/4 ഇഞ്ച് ഈ ഒരു ഭാഗത്ത് കൊടുക്കുക. ആ 3/4 ഇഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ചെരിവ്, അതായത് ആ ചെരിവ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുർത്തിയുടെ 2 ഭാഗം തൂങ്ങി നിൽക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ, മനസ്സിലായല്ലോ. അതിന് നമ്മളൊന്ന് ചെരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് ബാക്കി അളവുകൾ ഞാൻ പറഞ്ഞുതരാം. കണ്ടില്ലേ, അതിനുശേഷം നമുക്കൊരു ഡാർട്ട് ഉണ്ട്. ആ ഡാർട്ട് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഫോൾഡഡ് സൈഡിൽ നിന്ന് നമ്മളൊരു 4 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഒരു 5 ഇഞ്ച് ഹൈറ്റിൽ ഇതുപോലെ അടയാളപ്പെടുത്തി 2 ഭാഗത്തേക്കും വേണം കേട്ടോ. ഇതിൻ്റെ ഒരേ ഡാർട്ട് തന്നെ ഇടണേ. 1/2 ഇഞ്ച് അപ്പുറത്തേക്കും വെച്ചു. എല്ലാ ഭാഗത്തും, അതായത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു അപ്പുറത്തെ ഭാഗത്തേക്ക് ഇതുപോലെ ഡാർട്ട് വരച്ചിട്ട് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ അടയാളപ്പെടുത്തി ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഡാർട്ടൊക്കെ അടയാളപ്പെടുത്തി. ഡാർട്ട് ഇട്ടിട്ട് വേണം ഇനി ബാക്കിയുള്ള മെഷർമെൻറ്റുകൾ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി 2 ഭാഗത്തെ ഡാർട്ടുകൾ ഇട്ടിട്ട് ഞാൻ ഇതുപോലെ പകുതിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ആ മെഷർമെൻറ്റ് ഞാൻ ചാർട്ട് പേപ്പറിൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് യോക്കിൻ്റെ കാര്യം പറയാം കേട്ടോ.
അപ്പോൾ ഇവിടെ യോക്കിൻ്റെ ഭാഗം ഒന്ന് കണ്ടില്ലേ, ഞാൻ അത് വരച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ യോക്കാണ്. അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത് എത്രയാണ് ഞാൻ ഈ കുർത്തിയിൽ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 45 ഇഞ്ചാണ് ഞാൻ ഫുൾ ലെങ്ത് എടുക്കുന്നത്. അതിൽ നിന്ന് യോക്ക് 15 ഇഞ്ച്, ഞാൻ 16 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അര ഇഞ്ച് 1 ഇഞ്ച് സീം അലവൻസ് ആണ് കേട്ടോ. അപ്പുറത്തെ സീം അലവൻസ് കഴിച്ച് ബാക്കി 15 ഇഞ്ച് കിട്ടും. അപ്പോൾ യോക്കിന്റെ ലെങ്ത് എന്ന് പറയാം 15 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്കേർട്ടിന്റെ ഭാഗം പറഞ്ഞത് ബാക്കി ഇവിടേക്കുള്ള ഇതില്ലേ, ഈ ഒരു ഭാഗം നമുക്ക് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി 30 ഇഞ്ചാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര പോലെ ലെയർ ചെയ്യാം. അപ്പം ഞാനിവിടെ ചെയ്യണത് 2 ലെയറേ ഞാൻ ചെയ്യണുള്ളൂ. ഇതിപ്പോൾ 3.5 മീറ്റർ ഞാൻ തുണി എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ 2 ലെയറേ ചെയ്യണുള്ളൂ. അപ്പോൾ 2 ലെയറാണ്. അപ്പം നമ്മൾ ഈ കിട്ടിയ ഈ 30നെ അപ്പോൾ നമ്മൾ 2 ആക്കിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 ലെയർ ആക്കുമ്പോൾ 2 ലെയർ ആക്കുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 ലെയർ ആക്കുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ? ഇനി ഇപ്പം നമ്മൾ എടുക്കണത് ഇവിടെ ഞാനിപ്പോൾ എടുക്കുന്നത് 2 ലെയർ ആണ്. അപ്പോൾ നിങ്ങൾ എടുക്കണത് 3 ആണെങ്കിൽ 3. അപ്പം നമ്മൾക്ക് ഈ കിട്ടിയ ലെങ്ത്തിൽ നിന്ന്, നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്തിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ലെയർ എത്രയാണോ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ 2 ലെയറാണ്. അപ്പം ഞാൻ 30 ഡിവൈഡഡ് ബൈ 2 15 ഇഞ്ചസ് ആണ് എനിക്ക് വരിക. അപ്പോൾ ഒരു ലെയറിന് വരിക കേട്ടോ. അപ്പോൾ നമുക്കത് പോരാ, നമുക്കിവിടെ 2 ലെയർ ഇവിടെ ജോയിൻ ചെയ്യണം, ഇപ്പുറത്ത് ജോയിൻ ചെയ്യണം. അപ്പോൾ അര ഇഞ്ച് വെച്ച് വേണം. അതായത് ഈ ലെയറുകൾ ജോയിൻ ചെയ്യണമല്ലോ. ഫസ്റ്റത്തെ ലെയർ ജോയിൻ ചെയ്യണം, സെക്കൻഡ് ലെയർ ജോയിൻ ചെയ്യണം. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സീം അലവൻസ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ലെയറിന് അതിന് ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതായത് 1 ഇഞ്ച് 15ൻ്റെ കൂടെ 1 ഇഞ്ച്, ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ ലെയർ കിട്ടിയത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് അപ്പുറത്തും ജോയിൻ ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ 16 ഇഞ്ചാണ് നമ്മുടെ എന്തിൻ്റെ ലെങ്ത്ത് വരിക, ഈ ലെങ്ത്ത്. അതായത് ലെയറിൻ്റെ ലെങ്ത്ത് ആണ് കേട്ടോ പറഞ്ഞത്. ലെങ്ത്ത് നമ്മളൊരു ലെങ്ത്ത് കൊടുക്കല്ലോ ലെയറിൻ്റെ, അപ്പോൾ അതാണ് വരിക. അപ്പോൾ ലെയറിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ച്. ഇനി ലെയറിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ലെയറിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാം. ഈ വിഡ്ത്ത് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ വെച്ചാൽ ലെയറിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ തുണി ഇതുപോലെ. അപ്പോൾ ഞാനിവിടെ ഡാർട്ട് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ ആ ഡാർട്ട് തയ്ച്ചിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. ഡാർട്ട് തയ്ച്ചിട്ടാണ് ഈ അളവെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഡാർട്ട് ഇതുപോലെ തയ്ച്ചു കൊണ്ടുവന്നു കണ്ടോ. അപ്പം ഞാൻ ഇതുപോലെ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ലെയറിൻ്റെ വിഡ്ത്ത് എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമില്ലേ, നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുക. ഇതുപോലെ നമ്മൾ അളന്നെടുക്കുക കേട്ടോ. മൊത്തം ഇതിന് എത്ര സീം അലവൻസ് അടക്കം എനിക്ക് 10.5 ഇഞ്ചാണ് പറഞ്ഞത് കണ്ടോ, 10.5 ഇഞ്ച്. അപ്പോൾ ഇതിപ്പോൾ മടക്കിയാണല്ലോ വെച്ചിരിക്കണേ. അപ്പോൾ ഇതിപ്പോൾ മടക്കിയാണല്ലോ വെച്ചിരിക്കണേ. അതിൻ്റെ ഇപ്പുറത്തേക്കും 10.5 ഇഞ്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് 2 ഭാഗം കൂടി ഇതുപോലെ ഇവിടെയും 10.5 ഇഞ്ച്, അതുപോലെ ഇവിടെയും 10.5 ഇഞ്ച്, ഇവിടെയും 10.5 ഇഞ്ച്. അപ്പോൾ 21 ഇഞ്ചാണ് വരിക കേട്ടോ. അപ്പോൾ ആ ഒരു കണക്ക് നമുക്കറിയണം ഒരെണ്ണത്തിൻ്റെ. അപ്പോൾ അതാണ് നമുക്ക് അറിയേണ്ട കണക്ക്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പടത്തിൽ കണ്ടില്ലേ, ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഭാഗത്ത് 10.5ഉം ഇവിടെ 10.5 കണ്ടോ. 2 ഭാഗം നമുക്ക് കിട്ടിയിരിക്കുന്നുണ്ടോ, 2 ഭാഗത്ത്. അപ്പോൾ ആ 2 ഭാഗത്തും കിട്ടിയിരിക്കുന്നത് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 21 ഇഞ്ചാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ലെയർ വിഡ്ത്ത് കാണുന്നിടത്ത് നമുക്ക് എഴുതി വയ്ക്കാം 21 ഇഞ്ച് കണ്ടോ. ഇത് 21 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ഒരു അളവ്. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഓരോ ലെയർ എത്ര വേണം നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 21 നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് ഫസ്റ്റ് ലെയർ നമുക്ക് ലെയറിൻ്റെ ലെങ്ത്ത് നമുക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കണം എത്രയാണ് വേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് ലെയറിന് നമുക്ക് ഒരു 10 തൊട്ട് അതായത് 20 ഇഞ്ച് വരെ നമുക്ക് എടുക്കാം കേട്ടോ. 10 തൊട്ട് 20 ഇഞ്ച്. അപ്പോൾ ഈ 20 ഇഞ്ച് ഞാനിപ്പോൾ ഇതിലെടുക്കണത് 10 തൊട്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരു 15ഉം 20ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് അധികം ഫ്രിൽസ് ഉണ്ടാവും കേട്ടോ. ഇനി അതിലും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ എടുക്കുന്നത് എൻ്റെ തുണിക്ക് അനുസരിച്ച് ഞാൻ ഒരു 20 ഇഞ്ചിൻ്റെ അടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. 20 ഇഞ്ച് എടുക്കാം, നമുക്ക് ഒരു 20 ഇഞ്ച് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയറിന് നമ്മൾ 21 നമുക്ക് ഫസ്റ്റ് ലെയറിലാണ് നമ്മുടെ വേസ്റ്റിൻ്റെ മൊത്തം അളവ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ലെയർ എടുക്കാൻ വേണ്ടിയിട്ട് 21 ഇഞ്ച് നമുക്ക് ഫസ്റ്റ് ലെയർ കണ്ടുപിടിക്കാനാണ് കേട്ടോ നമ്മൾ. അപ്പോൾ ആദ്യം 21 ഇഞ്ച് എടുത്തു. അതിൻ്റെ കൂടെ ഞാനൊരു 20 ഇഞ്ച് കൂട്ടുന്നുണ്ട് കണ്ടോ. 20 ഇഞ്ച് ഞാൻ 20 ഇഞ്ച് കൂട്ടിയിട്ടാണ് 2 ലെയറിലുള്ളൂ. അപ്പോൾ തുണി അതിനനുസരിച്ചുള്ളത് കൊണ്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണത് 41 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത് 41. അപ്പോൾ ഈ ഫസ്റ്റത്തെ ലെയറിന് എനിക്ക് 41 ഇഞ്ച് നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ 41 ഇഞ്ച് കിട്ടും. നമ്മൾ ഓരോ ലെയറിനും 20 ഇഞ്ച് വീതമാണ് എടുക്കണത് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് സെക്കൻഡ് ലെയർ നോക്കണം. നമ്മളിപ്പോൾ 2 ലെയറല്ലേ വെക്കണുള്ളൂ. അപ്പോൾ 10 വേണമെങ്കിൽ 10 എടുക്കാം, കാരണം തുണി കുറവുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് വിരിഞ്ഞ് നിന്നോട്ടെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 41 കിട്ടിയില്ലേ. അപ്പോൾ ഈ 41 ഇങ്ങോട്ട് എടുത്ത് എഴുതാം കേട്ടോ. ഇങ്ങോട്ട് എടുത്ത് എഴുതാം. അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം കൊടുത്ത 20 ഇഞ്ച് നമ്മൾ ഇപ്പോൾ 20
ഇഞ്ചാണല്ലോ കൊടുത്തിരിക്കുന്നത്, ആ 20 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തെഴുതുക. അപ്പോൾ കണ്ടില്ലേ 61 ഇഞ്ചാണ് നമുക്ക് വരിക കേട്ടോ. 61 ഇഞ്ചാണ് മൊത്തം നമുക്ക് വരിക. അപ്പോൾ അടിയിലത്തെ ലെയറിന് നമ്മൾ 61 ഇഞ്ച് വേണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലെയറിൻ്റെ ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്കിത് മനസ്സിലായല്ലോ, ഈ ലെങ്ത് എന്താണ് അതുപോലെ തന്നെ വിഡ്ത്ത് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതനുസരിച്ചിട്ട് ഇനി നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. തുണി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. തുണീനെ രണ്ടായിട്ട് മാത്രമേ മടക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ വീതി നമ്മൾ കണക്കാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ 21 ഇഞ്ച് വീതിയാണ് കേട്ടോ. ഇതുപോലെ 21 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടിലോട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലെയറിൻ്റെ ലെങ്ത്ത് നേരത്തെ പറഞ്ഞത് 16 ഇഞ്ചാണ് നമ്മുടെ ലെയറിൻ്റെ ലെങ്ത്ത്. നമ്മൾ കണ്ടുപിടിച്ച അളവ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറക്റ്റ് വീതി ഞാൻ നേരത്തെ വീണ്ടും പറയണുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ലെയർ എടുക്കാം. ലെയറിൻ്റെ ലെങ്ത്ത് നമ്മൾ നേരത്തെ കണക്കാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് 16 ഇഞ്ചാണല്ലോ നമ്മുടെ ലെയർ. നമ്മൾ 2 ലെയറല്ലേ ഞാൻ എടുക്കണത്. അപ്പോൾ അതിൽ 16 ഇഞ്ച് ലെങ്ത്ത് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഈ 16 ഇഞ്ച് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മുറിച്ചെടുക്കണം. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെയർ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക, അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ തുണി മുറിക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കിട്ടും. അപ്പോൾ നമ്മൾ ഒരു 16 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇത് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടുള്ള തുണി നമ്മൾ വേറെ ഇത് ഫ്രണ്ടിലോട്ടും അതുപോലെ ബാക്കിലോട്ടും വേണമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഭാഗത്തേക്കുള്ള എടുക്കാം. നമുക്ക് ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ട്, ബാക്ക് ആണെങ്കിൽ ബാക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ ഇപ്പോൾ എടുക്കേണ്ടത് ഫ്രണ്ടിലോട്ടുള്ള തുണിയാണ്. അപ്പോൾ അതിൻ്റെ വിട്ട് നോക്കാം, പക്ഷേ അതിന് മുമ്പ് ലെങ്ത്താണ് ആദ്യം നമ്മൾ അടയാളപ്പെടുത്തി വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് പറഞ്ഞു 16 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ഒരു ലെയറിന്, ഫസ്റ്റ് ലെയറിന് നമ്മൾ ഇതുപോലെ 16 ഇഞ്ച് അടയാളപ്പെടുത്തി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ, ആ ഒരു ഭാഗം. ഇനി ഞാൻ അതിൻ്റെ വിട്ട് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞുതരാം. കണ്ടില്ലേ 21 ഇഞ്ച് വീതി അതിനുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവാനാണ് ഞാനിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇതേപോലൊരു തുണി ഇപ്പുറത്ത് നമ്മൾ മുറിച്ചെടുക്കണം ബാക്കിലോട്ട്. ഇതിപ്പോൾ ഫ്രണ്ടിലോട്ട് മാത്രമല്ല മുറിച്ചെടുത്തത്. അപ്പോൾ ഫസ്റ്റ് ലെയർ ബാക്കിലും വെക്കണമല്ലോ. അപ്പോൾ അതുപോലെ ബാക്കിലോട്ടുള്ള തുണി നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് ഫ്രണ്ടിലോട്ടും പിന്നെ അതുപോലെ തന്നെ അടുത്തത് ബാക്കിലോട്ടാണ് കേട്ടോ. ഇത് നന്നായിട്ട് മനസ്സിലാവാനാണ് ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയാലോ എന്നുള്ളൊരിതുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ 2 തുണി ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ടുള്ള തുണി ഞാൻ മുറിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ വീതി കണ്ടുപിടിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ നീളെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ലെയറിൻ്റെ നീളം, ആ വീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തുണി ഇതുപോലെ എടുക്കുക. അപ്പോൾ ഈ തുണിയുടെ ഈ ഒരു എടുത്തിട്ട് നമ്മളത് തുറന്ന് എടുക്കുക കേട്ടോ. നമ്മൾ ഫോൾഡല്ല ചെയ്തല്ല വെച്ചിരുന്ന ലെങ്ത്ത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കണം. കണ്ടില്ലേ ലെങ്ത്ത് കണ്ടില്ലേ 16 ഇഞ്ച് ലെങ്ത്ത് ഉണ്ട്. നമ്മൾ ഇനി വിഡ്ത്ത് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ ലെയറിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് ഇതുപോലെ നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് തുടങ്ങാം. കണ്ടോ? അപ്പോൾ നമ്മുടെ വിഡ്ത്ത് വന്നിരിക്കുന്നത് ആദ്യത്തെ ഫസ്റ്റ് ലെയറിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 21 ഇഞ്ചിൻ്റെ കൂടെ 20 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 41 ഇഞ്ചാണ് നമുക്ക് വരിക. 20 ഇഞ്ച് ഞാൻ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഫ്രില്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 15 ഇഞ്ച് വേണമെങ്കിൽ 15 കൂട്ടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ടാം. ഞാനിവിടെ 20 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഓരോ ലെയറിനും. അപ്പോൾ ഇതുപോലെ നമ്മൾ അളന്ന് നോക്കാം. അപ്പോൾ 41 ഇഞ്ച് ലെങ്ത്ത് എനിക്ക് വേണം, എൻ്റെ വിഡ്ത്ത് കേട്ടോ. ആ വീതിയുള്ള തുണി എനിക്ക് വേണം. അപ്പോൾ ഞാൻ അളന്ന് നോക്കുകയാണ്. അപ്പോൾ ആ മൊത്തമായിട്ട് അളന്ന് നോക്കുമ്പോൾ നമ്മുടെ എവിടെയാണോ 41 വന്ന് നിൽക്കണം. അപ്പോൾ എനിക്കിതിൽ കണ്ടോ ഇത് മൊത്തം 43 ഇഞ്ച് വീതിയുണ്ട്. കണ്ടോ? എനിക്ക് 41 വേണ്ടു, പക്ഷേ ഇതിൽ മൊത്തം നമുക്ക് 41 ഉണ്ട്. അപ്പോൾ ഞാൻ 41 ഉള്ളെങ്കിൽ ഞാനൊരു 43 കൂടുതൽ, ഒരു ലേശല്ലേ കൂടുതലുള്ളൂ, 2 ഇഞ്ചല്ലേ കൂടുതലുള്ളൂ. അപ്പോൾ ഞാനിത് പ്ലീറ്റ്സ് ഇടുന്നതല്ലേ, അപ്പോൾ അതിൽ ഒതുങ്ങി പൊക്കോളും എന്ന് വെച്ചിട്ട് ഞാൻ അതിലേക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയണില്ല. ആ ഫുള്ള് 43 ഇഞ്ച് തുണി ഞാൻ എടുക്കുന്നുണ്ട് അവിടെ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആണെങ്കിൽ 41 ഇഞ്ച് എടുത്താൽ മതി. ഞാൻ ഇത്തിരി കൂടുതലെടുത്തു, അതിൽ കൂടുതൽ തുണിയുള്ളത് കൊണ്ട് വെറുതെ കട്ട് ചെയ്ത് കളയണ്ടല്ലോ. അപ്പോൾ ബാക്കിലത്തെ തുണിയും അതേപോലെ തന്നെയാണ്. അപ്പോൾ രണ്ടും ഒരുപോലെ നമുക്ക് കിട്ടി. കണ്ടില്ലേ 2 ലെയർ നമുക്കിപ്പോൾ കറക്റ്റ് ആയല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ കഴിഞ്ഞു, നമ്മൾ സെക്കൻഡ് ലെയറിലേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലെയർ മുറിക്കാനായിട്ട് നമ്മുടെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ നേരത്തെ അളന്ന് വെച്ച പോലെ 16 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ എടുക്കുക കേട്ടോ. സെക്കൻഡ് ലെയറിനും വേണമല്ലോ സെയിം, നമുക്ക് ലെങ്ത്ത് വേണമല്ലോ, വിഡ്ത്താണല്ലോ വ്യത്യാസം വരുള്ളൂ, തുണിയുടെ വീതിയെ നമുക്ക് കൂടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് 16 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചു. അപ്പോൾ 41 ഇഞ്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായല്ലോ, അതിൻ്റെ കൂടെ 21 ഇഞ്ച് കൂട്ടിയിട്ട് ബാക്കി 61 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് കിട്ടണം. അത് നമ്മുടെ ഈ ഒരു ലെയർ പോരാ. അപ്പോൾ നമ്മൾ ഒരു ഇതും കൂടി നമ്മൾ എടുക്കണം. കണ്ടോ? ഈ ഒരു ലെയറിലെന്ന് പറഞ്ഞാൽ തുണി ആകെ 43 ഇഞ്ച് വീതി ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാണല്ലോ. അപ്പോൾ കണ്ടില്ലേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ 43 ഇഞ്ച് നമുക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചും കൂടിയും കൂടുതൽ വേണം.
61 ആവണമെങ്കിൽ. അപ്പോൾ അത് നമ്മൾ അടുത്ത ലെയറിൽ നിന്ന് നമ്മളൊരു ലെയറും കൂടി മുറിച്ചെടുക്കുക, അതിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും കാണിച്ചു തരാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 43 ഇഞ്ചല്ലേ വീതി വരണുള്ളൂ. കണ്ടില്ലേ, നേരത്തെ നമ്മൾ മുന്നത്തെ ലെയറിൽ 43 വന്നുള്ളൂ. അപ്പോൾ ഇതിൽ 43 പക്ഷേ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി വെച്ചാൽ 61 ഇഞ്ച് വീതി നമുക്ക് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ ഒരു ജോയിൻറ്റ് വെക്കേണ്ട, ഒരു ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു ലെയറിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മൊത്തം 44 ഇഞ്ച് വീതിയുള്ളൂ ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 16 ഇഞ്ചും കൂടി നമ്മൾ കൂട്ടിയാൽ മാത്രമാണ് നമുക്ക് കണ്ടില്ലേ ഒരു 16 ഇഞ്ചും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടണം, എന്നാൽ മാത്രമേ 61 കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ലെയറിൽ നിന്ന് അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു പീസും കൂടി നമുക്ക് അവിടെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ 61 ആവണമെങ്കിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു ലെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 16 ഇഞ്ചിൻ്റെ ഒരു പീസും കൂടെ നമ്മൾ മുറിച്ചെടുക്കുക കേട്ടോ. ലെങ്ത്തുള്ളൊരു പീസ് മുറിച്ചെടുക്കുക. അതിൽ നിന്ന് കണ്ടില്ലേ അപ്പോൾ ആ 16 ഇഞ്ചിൻ്റെ ഒരു പീസ് ഇതുപോലെ വീണ്ടും നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചേർത്ത് വയ്ക്കാനാണ് പോണത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു ഇതുപോലെ ആ ലെയറിൽ നിന്ന് അടുത്തൊരു ലെയറിൽ നിന്ന് നമ്മളൊരു 16 ഇഞ്ചും കൂടി ചേർത്ത് വരച്ചു കൊടുക്കുക. അത് മാത്രം കട്ട് ചെയ്തെടുക്കുക, കാരണം അത്രയും മാത്രം തുണി ഇതിലേക്ക് മതിയല്ലോ, ഇതിലേക്ക് കണക്ട് ചെയ്യാൻ മതിയല്ലോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ലെയറിലേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 16 ഇഞ്ച് തുണി മാത്രം നമ്മൾ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ മുറിച്ചെടുത്ത് ഇതിലേക്ക് ജോയിൻ ചെയ്ത് വെച്ച് കൊടുത്തു. അപ്പോൾ കറക്റ്റ് നമുക്കൊരു 61 ഇഞ്ചിൻ്റെ ലെങ്ത്ത് കിട്ടി. കണ്ടോ, ഇപ്പോൾ കണ്ടോ, നല്ല വീതിയിൽ വന്നില്ലേ. ആദ്യത്തെ ലെയറിനേക്കാളും നമ്മളൊരു കണക്ഷൻ കൊടുത്തപ്പോൾ ഇത്രയും വേണം നമുക്ക് പ്ലീറ്റ്സൊക്കെ നന്നായിട്ട് വരണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു കണക്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ നമുക്കിതിപ്പോൾ ഫ്രണ്ടിലോട്ടായിട്ടുള്ളൂ. നമുക്കിതുപോലെ തന്നെ ഒരു പീസ് നമുക്ക് ബാക്കിലോട്ടും വേണ്ടേ, ബാക്കിലത്തെ ലെയറിലേക്ക് നമുക്ക് വേണം ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതുപോലെ അതേ 61 ഇഞ്ചിൽ നമ്മളിത് ഇതുപോലെ തുണി വീണ്ടും കണക്ട് ചെയ്ത് എടുത്തു. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇത് മുകളിലെ ഒരു ലെയർ കണ്ടില്ലേ, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ളത് സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഞാൻ, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും. ഇത് ഫ്രണ്ടിലോട്ടും ഇത് ബാക്കിലോട്ടും. അതുപോലെ അടിയിലത്തെ സെക്കൻഡ് ലെയറാണ് ഫ്രണ്ടിലോട്ടും അതുപോലെ ബാക്കിലോട്ടുള്ള തുണി ഞാൻ മുറിച്ചൊന്ന് മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് അപ്പോൾ മനസ്സിലായല്ലോ. അത് വീണ്ടും കാണിച്ചു തരാം. ഇത് ഫ്രണ്ടിലോട്ടുള്ള ഏറ്റവും മുകളിലത്തെ ലെയർ, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ളത് 2 എണ്ണം. ഇത് രണ്ടാമത്തെ ലെയർ ഫ്രണ്ടിലോട്ടും ബാക്കിലേക്കുള്ള 2 എണ്ണം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ യോക്കിൻ്റെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചല്ലോ, ആ 3.5 മീറ്ററിൽ നിന്ന് യോക്ക് കട്ട് ചെയ്ത് വെച്ചു. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ബാക്കി വന്ന എനിക്കിത് ഇത്രയും തുണിയാണ് ആ ഒരു 3.5 മീറ്ററിൽ നിന്ന് വന്നത്. നമുക്കിത് സ്ലീവിന് എടുക്കാനുള്ള തുണിയാണ് കേട്ടോ. ഏകദേശം ഒരു 3/4 മീറ്ററോളം തുണി അത്ര എനിക്ക് കിട്ടിയിട്ടുണ്ട് സ്ലീവിന്. അത് ഞാനൊരു പ്ലീറ്റഡ് ആയിട്ടുള്ളൊരു സ്ലീവാണ് തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇത്രയും തുണിയാണ് എനിക്ക് ബാക്കി വന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിനൊരു വീനക്കാണ് കൊടുത്തേണ്ടത്. ഒരു 4.5 ഇഞ്ചിലൊരു വീനക്കാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4.5 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് ഒരു 7.5 ഇഞ്ച് ലെങ്ത്തുള്ളൊരു നമ്മളൊരു വീനക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് നിങ്ങൾ കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് ഞാനിത് പ്രത്യേകമായിട്ട് പറയണില്ല കേട്ടോ. മെഷർമെൻറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ, കൂടുതലായിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം കണ്ടോ ക്യാൻവാസിലാണ് ചെയ്തത്. അത് ക്യാൻവാസ് ഇതുപോലെ നെക്കിൽ കൃത്യമായിട്ട് പിടിപ്പിച്ച് ഇതുപോലെ കൊണ്ടുവന്നു. യോക്കിൻ്റെ ഭാഗം മുഴുവനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതുപോലെ എടുക്കാം. ഇനി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു നമ്മുടെ ഓരോ ലെയറുകളില്ലേ, അതിൽ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ നമ്മളൊരു ലോങ് സ്റ്റിച്ചിട്ട് നമ്മുടെ മെഷീനിൽ ഏറ്റവും ലോങ് ആയിട്ടുള്ളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് നമ്മളിതുപോലെ പ്ലീറ്റ്സാക്കി വലിച്ചെടുക്കില്ലേ, നമ്മുടെ ആ ഒരു യോക്കിനോട് ചേർത്ത് നമ്മൾ വലിച്ച് ഇതാക്കി എടുക്കുക കേട്ടോ. ഫസ്റ്റ് ലെയർ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടുള്ളത് നമ്മളിത് രണ്ട് ഭാഗത്തേക്കുള്ള ലെയറുകൾ വെച്ചിട്ട് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചെടുക്കണം കേട്ടോ. കണ്ടോ, അത് ഞാൻ ഫ്രണ്ടിൽ ഫസ്റ്റ് ലെയർ വെച്ചു. അതുപോലെ അതിന് താഴെ സെക്കൻഡ് ലെയർ നമ്മൾ ആ ചുരുക്കമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അത് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കത് മനസ്സിലാവില്ല. അതിലൂടെ തുണി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വന്നോളും, ആ തുണിക്ക് അനുസരിച്ചിട്ട് തന്നെ വന്നോളൂ കേട്ടോ. ഞാനിതിലൊരു മാറ്റം വരുത്തിയിട്ടില്ല. കൃത്യമായ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് 3.5 മീറ്റർ തുണിയിൽ കേട്ടോ. അപ്പോൾ ഞാനത് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഒരു ഭാഗം നോക്കാം. അത്രയും തുണി ബാക്കി ഉണ്ടായല്ലോ, ഇത്രയും തുണി തന്നെ എനിക്ക് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര തന്നെ ബാക്കി വരും. അപ്പോൾ നമ്മൾ നോർമലായിട്ടൊരു സ്ലീവ് ഞാനൊരു പേപ്പറിൽ എടുത്തു കേട്ടോ. അപ്പോൾ അതിനൊരു 15 ഇഞ്ച് ഒരു 11 ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് കേട്ടോ. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ ഒരു പട്ട ഞാൻ ആ ഭാഗത്ത് വെച്ച് കൊടുക്കും, 2 ഇഞ്ചിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെ ഒരു 3.25 ഇഞ്ചാണ് അതിൻ്റെ ഒരു ആം ഹോൾഡ് ക്യാപ്പ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു 5.5 ഇഞ്ചാണ് അതിൻ്റെ സ്ലീവ് ഓപ്പൺ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് ഒരു സ്ലീവ് എടുക്കുക, നോർമൽ സ്ലീവ് വരച്ചെടുക്കുക. അതിന് ശേഷം ഇതുപോലൊരു തുണി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടായിട്ട്
മടക്കി വെച്ചു, 4ആയിട്ട് മടക്കി വെച്ചിരുന്ന തുണി. അപ്പോൾ ദേ കണ്ടില്ലേ, ദേ 2 ഭാഗത്തേക്കുള്ളത് ഇത്രയും വീതി വേണം കേട്ടോ. ഈ ഒരു പ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്ലീവാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് വീതി വേണം. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ദേ ഇതുപോലെ 2ആയിട്ട് മടക്കി വെച്ചിരിക്കുന്ന ആ തുണിയുടെ വീതി എന്ന് പറഞ്ഞാൽ 16 ഇഞ്ചാണ് എനിക്ക് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? കണ്ടോ, ഒരു 11 ഇഞ്ച് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആ ഒരു സ്ലീവിന് 11 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ ആ 11 ഇഞ്ച് ലെങ്ത്തും 16 ഇഞ്ച് വീതി ഇങ്ങനെ താഴോട്ടുള്ള ഒരു തുണിയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ആ പ്ലീറ്റ്സ് ചെയ്യാൻ വേണ്ടി ഒരു 5 ഇഞ്ച് ഒരു 6 ഇഞ്ച് കേട്ടോ, ഒരു 6 ഇഞ്ച് ഞാൻ എക്സ്ട്രാ അതേ ഇതുപോലെ മുകളിൽ അടയാളപ്പെടുത്തി കൊടുത്തു. കണ്ടോ, ഒരു എക്സ്ട്രാ അടയാളപ്പെടുത്തി 6 ഇഞ്ച് നമ്മളിതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിന് ശേഷമാണ് നമ്മുടെ സ്ലീവ് വയ്ക്കരുത് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇവിടെ ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തും ഈ ഒരു ഭാഗത്തും 6 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. മനസ്സിലായല്ലോ? അതെ, ഇതുപോലെ ഒന്ന്. എന്നിട്ട് അവിടെ നമുക്ക് അത്രയും ഭാഗം നമുക്ക് പ്ലീറ്റ്സ് ഇടാനാണ് കേട്ടോ. ആ ഒരു ഭാഗം ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമ്മുടെ ഈ സ്ലീവ്, അതിനുശേഷമാണ് നമ്മുടെ ഈ സ്ലീവ് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. മനസ്സിലായോ? നമ്മുടെ കറക്റ്റായിട്ടുള്ള ആ സ്ലീവ് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ സ്ലീവിൻ്റെ ഒരു ഷേപ്പ് വന്നതുകൊണ്ടോ അതിന് മുകളിലേക്കുള്ള ഭാഗം നമുക്കവിടെ പ്ലീറ്റ്സ് ഇടാനാണ്. നമ്മളതൊന്ന് ട്രേസ് ചെയ്ത് നമ്മുടെ ആ സ്ലീവ് ഒന്ന് ഇനി നമ്മുടെ ആ സീം അലവൻസിൻ്റെ ഭാഗമാണ് കേട്ടോ. അതൊന്നും ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് ഇതുപോലെ വരച്ചെടുക്കുക നമ്മൾ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആ സീം അലവൻസ് 2 ഇഞ്ചിൻ്റെയും കൂടി ഒന്ന് വരച്ചെടുക്കുക. നമുക്ക് സീം അലവൻസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനതിങ്ങനെ ചെയ്തത് കേട്ടോ. ഇപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടോ, അപ്പോൾ അതിന് ശേഷം നമ്മളിത് ഇങ്ങനെ കിട്ടും. ആ ഒരു ഭാഗത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആക്കി വെക്കുക. ഈ ഒരു ഭാഗത്തോടെ അവിടെ ഒന്ന് ചെരിച്ചു കൊടുത്തിട്ടൊന്ന് നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തെടുക്കുക. സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമ്മളിത് ഇതുപോലെ നമ്മളൊന്ന് എടുക്കുക. കണ്ടില്ലേ, ആ ഒരു ഭാഗം അത്രയും ഭാഗം നമുക്ക് പ്ലീറ്റ്സിനുള്ളതാണ്. അവിടെ നമ്മളൊരു ചെറിയ കട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് പ്ലീറ്റ്സ് ഉൾക്കൊള്ളിച്ച് കൊണ്ടുവരണം കേട്ടോ. ഇട്ട് കൊണ്ടുവരിക. ബാക്കി നമ്മുടെ സ്ലീവിൻ്റെ ഭാഗമാണല്ലോ. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുക. കണ്ടോ, അവിടെ നമ്മൾ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഗൈഡ് ലൈനാണ്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് പ്ലീറ്റ്സൊക്കെ ഇട്ടിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ ലൈനൊക്കെ ബാക്കിലേക്കും വരച്ച് കൊടുക്കുക കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് വിടർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് പ്ലീറ്റ്സ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗത്ത് നമ്മൾ ഒരു ഭാഗം ഞാൻ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പുറത്തെ ഭാഗം ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പിടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അവർ പട്ട വയ്ക്കേണ്ടത് ഇതുപോലെയാണ്. അപ്പോൾ നമ്മളിത് ഈ പ്ലീറ്റ്സൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ച് കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് 2 ഭാഗത്ത് ഇതുപോലെ കൊണ്ടുവന്നു. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു കണ്ടില്ലേ ഒപ്പം വെച്ച് കൊടുക്കുക. നമ്മുടെ ആ പേപ്പർ കട്ടിങ് എടുത്ത് വയ്ക്കുക. ആ പേപ്പർ കട്ടിങ്ങിനോട് ചേർത്ത് അതിൻ്റെ പ്ലീറ്റ്സൊക്കെ ഒരുമിച്ച് വരണ പോലെ കണ്ടില്ലേ സീം അലവൻസ് അടക്കം നോക്കുക. ഇപ്പുറത്തെ ഭാഗം നമ്മൾ കറക്റ്റാക്കി വയ്ക്കുക കേട്ടോ. ഈ ഒരു ഭാഗം നമുക്കിത് കണ്ടില്ലേ ഇങ്ങനെ പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മൾ ഈ ഒരു ഭാഗം സ്ലീവ് ഓപ്പണിൻ്റെ ഭാഗം എനിക്ക് 5.5 ഇഞ്ചാണ് വരിക. കണ്ടോ, ആ ഒരു 5.5 ഇഞ്ച് നമ്മളവിടെ നോക്കണം. 5.5 ഇഞ്ചും അതിനുശേഷം ഇപ്പുറത്ത് 2 ഇഞ്ച് സീം അലവൻസ് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. കണ്ടില്ലേ, ഞാൻ വീണ്ടും കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതേ ഒരു 5.5 ഇഞ്ച് ഇവിടെ വരുന്നുണ്ട്. അതിനുശേഷം 2 ഇഞ്ച് സീം അലവൻസും കൊടുത്ത് കറക്റ്റായിട്ട് വന്നിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു 4 ഇഞ്ചിൻ്റെ പട്ട ഇതുപോലെ എടുത്തിട്ട് അത് ചീത്ത ഭാഗത്ത് വെച്ചിട്ട് നല്ല ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കണം. ആ റേഞ്ചിൽ നല്ല ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് പട്ട വെച്ച് കൊടുക്കില്ലേ നമ്മൾ, അതുപോലെ നമ്മളൊന്ന് തയ്ച്ച് ഫിനിഷിങ് ആക്കി കൊടുക്കാം കേട്ടോ. നമുക്കിതുപോലത്തെ ഒരു സ്ലീവ് അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലീവ് നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ എൻ്റെ തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ലീവൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് തിരക്കിലായ കാരണം കൊണ്ട് മോന് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ പരിപാടിയൊക്കെയാണ് ഞങ്ങൾ കൊല്ലത്തായിരുന്നു. അപ്പോൾ അതൊന്നും കൂടുതലായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് പെട്ടെന്ന് എടുത്ത് വെച്ച ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്ലീറ്റ്സൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ കറക്റ്റായിട്ട് തന്നെ വരും. 3.5 മീറ്ററിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് വീതി കൂടിയ തുണിയല്ല കേട്ടോ, നോർമൽ ഒരു തുണിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.